ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് ദോശ, ഗോതമ്പ് ദോശ, പച്ചമുളകും ഇഞ്ചി ഉള്ളി ഉപ്പും ഒരു കാൽഭാഗം ചെറുനാരങ്ങയും വെച്ചിട്ടുള്ള ഒരു ചട്നി, പിന്നെ ഇഡ്ഡലിപ്പൊടി, ഇതാണ്. പിന്നെ കട്ട കാപ്പി. നല്ല തണുപ്പുള്ളൊരു പ്രഭാതമല്ലേ, മഴ തോരാതെ പെയ്യുന്നുണ്ട്. തോരാതെ പെയ്യുന്നെന്ന് വെച്ചാൽ അതിശക്തമായി തന്നെ പെയ്യുന്നു. ഇന്നലെ രാത്രിയിലൊന്നും ഒരു മിനിറ്റ് പോലും തോർന്നിട്ടില്ല മഴ. നല്ല തണുത്ത രാത്രി, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു. അപ്പോൾ സ്കൂളുകളും എല്ലാം ഇന്ന് അവധിയായതുകൊണ്ട് കുട്ടികൾക്കുമൊക്കെ കിടന്നുറങ്ങാം. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം, നല്ല ഭക്ഷണം. ഇതുപോലെ നല്ല ഭക്ഷണം എന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണ് ഗോതമ്പ് ദോശ. അതിൻ്റെ കൂടെ ഈ ചട്നി വളരെ നല്ലതാണ്. ഇത് ഉള്ളിയും വറ്റൽമുളകില്ലേ, അത് ചുട്ടതും അല്ലെ കോട്ടിൽ വറുത്തെടുത്തതും ഇഞ്ചി ഉപ്പും ലേശം പുളിയും കൂടെ വെച്ച് അരച്ചാൽ ഇതിലും ടേസ്റ്റാണ്. അതിന് കുറച്ചും കൂടി രുചി കൂട്ടും. അപ്പോൾ പ്രഭാതത്തിലെ ഭക്ഷണം ഇതൊക്കെയാണ്. കട്ടൻ കാപ്പി, ഗോതമ്പ് ദോശ, രണ്ട് തരം, ഒരു പൊടിയും ഇഡ്ഡലിപ്പൊടിയും ചട്നിയും. കുട്ടികളെ നിങ്ങൾക്ക് ഈ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെച്ചാൽ ഈ മഴക്കാലത്ത് മിക്കവാറും ഇപ്പോൾ ഈ ചമ്മന്തി അരച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് പോയി. മിക്കവാറും നിങ്ങൾക്ക് കറണ്ട് ഇല്ലാത്ത സമയം ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ പൊടി ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇത്തിരി ഒന്നുകിൽ എണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ എണ്ണ ഒഴിക്കേണ്ട. ഇതിൽ വെളിച്ചെണ്ണയെക്കാട്ടി നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് 2-3 സ്പൂൺ എടുക്കുക, നല്ലെണ്ണ ഒഴിക്കുക, ചാലിച്ച് വയ്ക്കുക, എല്ലാവർക്കും കൊടുക്കുക. വേറെ ഒന്നും വേണ്ട. പിന്നെ ദോശ ചുടുമ്പം വേറൊരു രസമുണ്ട്. പൊടി ദോശ നല്ല നൈസായിട്ട്, ഏത് ദോശയും, ഗോതമ്പ് ദോശ വേണേലും ആകാം, പിന്നെ അരി ദോശ വേണേലും ആകാം. അത് നന്നായിട്ട് നൈസിൽ പരത്തിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഈ മീതേക്കിങ്ങനെ ഈ പൊടി വിതറി കൊടുക്കണം. വിതറിയിട്ടിട്ട് നല്ലോണം മൂക്കുമ്പോൾ അതിനെ മടക്കി തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കണം. നല്ലതാണ് കേട്ടോ ഈ പൊടി ചേർത്ത്, ഇഡ്ഡലിപ്പൊടി ചേർത്ത് അത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പ്രഭാതത്തിൽ നിങ്ങളെല്ലാം ഈ തണുത്ത പ്രഭാതത്തിൽ അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന തിരക്കിലാണെന്ന് എനിക്കറിയാം. എല്ലാവരും വളരെ ശ്രദ്ധിക്കണം. അടുക്കളയിൽ പാകം ചെയ്യുന്ന അമ്മമാരോട് പ്രത്യേകിച്ച് സ്വിച്ച് ബോർഡിലൊക്കെ സ്വിച്ചൊക്കെ ഇടുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപകടം വിളിച്ചു വരുത്തരുത്. പിന്നെ ഉണ്ടോ മിക്സി ഇരിക്കുന്നു നേരെ സ്വിച്ച്. അപ്പോൾ നിങ്ങൾ ദോശ ഇനിയും ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീരകവെള്ളം തിളച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരും ഈ സ്വിച്ച് ബോർഡിൽ പോയി നനഞ്ഞ കൈ നല്ലോണം തുടച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ തടി കഷ്ണം കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യാവൂ. സ്വിച്ച് ബോർഡ് ഈ സമയത്ത് വളരെയധികം ഷോക്കടിക്കാൻ സാധ്യതയുള്ള സമയമാണ്. എപ്പോഴായാലും ശരി, സ്വിച്ച് ബോർഡിൽ തൊടുമ്പോൾ നമ്മൾ എപ്പോഴും സ്വിച്ച് ബോർഡിൽ തൊടുമ്പോൾ നനഞ്ഞ കൈ പാടില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ തണുപ്പ് മഴക്കാലത്ത്. പിന്നെ അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിലും ഫ്രിഡ്ജിലും ഒക്കെ തൊടുമ്പം ഒരിക്കലും നിങ്ങൾ നനഞ്ഞ കൈ ഉപയോഗിക്കരുത്. നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധകളാണ് വലിയ വലിയ ആപത്ത് വിളിച്ചു വരുത്തുന്നത്. എല്ലാവർക്കും ഈ മഴക്കാലം, അതുപോലെ തന്നെ പനി വന്നാൽ ശ്രദ്ധിക്കണം. പനി വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പോൾ ഒന്നാമത് ഈ മഴക്കാലത്ത് പനി വരാതെ നിങ്ങൾ സൂക്ഷിക്കണം. അതിന് ഇഞ്ചി, കുരുമുളക്, തുളസിയില, പനിക്കൂർക്കയില ഇത് ഇടിച്ചിട്ടിട്ട് ഒരു ചുക്ക് കാപ്പി വെച്ച് എല്ലാവരും കുടിക്കണം. അതൊരു പ്രതിരോധ ശക്തിയാണ്. ഇത്രയും ഇന്ന് എനിക്ക് രാവിലെ പറയാനുള്ളൂ. ഈ ദിവസം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ എല്ലാവർക്കും സുഖവും സമാധാനവും
സമാധാനമാണല്ലോ ഏറ്റവും വലുത് ധനത്തെക്കാട്ടിലും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനാനിരതരായിരിക്കണം. രാവിലെയും വൈകിട്ടും നമ്മൾ എന്തെങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന മതത്തിലെ മന്ത്രങ്ങൾ ഉരുവിടണം. ഈശ്വരവിശ്വാസം, ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത് ഈശ്വരനാണ്, ഒരു ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ദൈവങ്ങളായിട്ട് സങ്കല്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈശ്വരവിശ്വാസത്തോടും വ്രതശുദ്ധിയോടും നല്ല ചിന്തകളോടും കൂടി ജീവിച്ചാൽ നമുക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സുപ്രഭാതത്തിലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഡയബറ്റിക്കാർക്കും ഒക്കെ കഴിക്കാമല്ലോ കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് പോവുക മാത്രം ചെയ്യാതെ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് യോഗ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലെല്ലാവർക്കും സുഖവും സമാധാനവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് അഗെയിൻ. ഗുഡ് മോർണിംഗ്.